സുഹൃത്തുക്കളെ, യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ്. ഏതാണ്ട് 60,000-ഓളം വരുന്ന സൈനികരെ അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലുള്ള വിവിധ സൈനിക താവളങ്ങളിലേക്ക് എത്തിച്ചതോടെ കരയുദ്ധത്തിനുള്ള സാധ്യത ഏതാണ്ട് തെളിഞ്ഞിരിക്കുകയാണ്. അതിനെ തുടർന്ന് കനത്ത ആശങ്ക ഗൾഫ് രാജ്യങ്ങളിൽ നിലനിൽക്കുന്നതിനിടയിൽ ഇസ്രായേലിൽ നിന്നും ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. ഇസ്രായേലിലേക്ക് ജോലി തേടിപ്പോയ മലയാളികളായ കുറച്ച് മുത്തുമണികളുടെ ഒരു വീഡിയോ ആണ്. ഞങ്ങൾ ഒരു ന്യൂസ് കാണാൻ ഇടയായി. ആ ന്യൂസ് നിങ്ങൾ ഇസ്രായേലിൽ നിന്നുള്ള ന്യൂസ് ആണ്. ഇസ്രായേലിൽ നിന്നുള്ള ന്യൂസാണ് ഇത്. മീഡിയ കൊണ്ട് കേൾക്കണം ഈ ന്യൂസ്. നാട്ടിൽ നിന്ന് ന്യൂസ് കാണുന്ന പറഞ്ഞ ശ്രദ്ധയ്ക്ക് പറയുന്നതാണ്. ഇതാണ് ഇസ്രായേലിലെ സിറ്റുവേഷൻ. ഇസ്രായേലിനകത്ത് ഒന്നും സംഭവിക്കില്ല. ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ക്യാമറമാൻ ലീസിനൊപ്പം ഞങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മുത്തുമണികൾ പൊളിച്ചടുക്കുകയാണ്. ആട്ടവും പാട്ടവും മദ്യവും പൊരിച്ച കോഴിയുമായി ജീവിതം ആഘോഷിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഇറാൻ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുന്നു എന്നൊക്കെ മീഡിയ വൺ പറയുന്നത് നുണയാണ്, തള്ളാണ്. അങ്ങനെ ഇസ്രായേലിനെ ആർക്കും ആക്രമിക്കാൻ പറ്റില്ല, അതാണ് ഇസ്രായേലിന്റെ പ്രത്യേകത എന്നൊക്കെയുള്ള അവകാശവാദങ്ങളാണ് ആഘോഷ തിമിർപ്പിനിടയിൽ നമ്മുടെ മുത്തുമണികൾ വെച്ച് കാച്ചുന്നത്. ശരി, മീഡിയ വൺ പറയുന്നതെല്ലാം നുണയാണ്, അവർ പറയുന്നത് പോലെയുള്ള ഒരു പ്രശ്നങ്ങളും ഇസ്രായേലിൽ ഇല്ല എന്ന നിങ്ങളുടെ അവകാശവാദം ഒരു വാദത്തിന് വേണ്ടി ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് മീഡിയ വണ്ണിന്റെ വാർത്തയെ നമുക്ക് മുഖവിലേക്ക് എടുക്കണ്ട. എന്നാൽ മനോരമയുടെ വാർത്ത നിങ്ങൾ മുഖവിലേക്ക് എടുക്കുമല്ലോ. ഈ വാർത്ത മനോരമ കൊടുത്ത വാർത്തയാണ്, അവർ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ്. ട്രംപിന്റെ വാദം പൊളിച്ചടുക്കി തെളിവുകൾ, ഇസ്രായേലിൽ ഇറാന്റെ മിസൈൽ വർഷം ചിത്രത്തോടു കൂടിയാണ് മനോരമ വാർത്ത കൊടുത്തിരിക്കുന്നത്. ധാരാളം ചിത്രങ്ങൾ, അമ്പരച്ചുംബികളായ ബിൽഡിങ്ങുകളൊക്കെ തകർന്ന് തരിപ്പണമായതിൻ്റെ ചിത്രമടക്കമാണ് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത്. മീഡിയ വൺ റിപ്പോർട്ട് ചെയ്ത വാർത്ത കള്ളമാണെന്ന് പറയുന്ന നിങ്ങൾ മനോരമ റിപ്പോർട്ട് ചെയ്ത വാർത്ത സത്യമാണെന്ന് അംഗീകരിക്കുമോ? മുത്തുമണികളെ നിങ്ങളുടെ ഈ വീഡിയോയ്ക്ക് താഴെ ഞാൻ ധാരാളം കമൻറ്റുകൾ കണ്ടു. ചില യൂട്യൂബർമാരും നിങ്ങൾക്ക് മറുപടി പറയുന്നത് കണ്ടു. പലരും നിങ്ങളുടെ തൊഴിലിനെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ഇസ്രായേലിലെ ഓൾഡ് ഏജ് ഹോമുകളിൽ നിങ്ങൾ എടുക്കുന്ന പണി എന്താണെന്നും എന്ത് പണിയെടുത്താണ് നിങ്ങൾ പണം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്, നിങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് പലരും അവിടെ കമൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഏതായാലും നിങ്ങളുടെ തൊഴിലിനെ പരിഹസിക്കാനോ വില കുറച്ച് കാണാനോ ആ രീതിയിൽ മോശമായ കമൻറ്റുകൾ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. ഏത് തൊഴിലാണെങ്കിലും, അതിന് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്ന പണിയാണെങ്കിലും അതിന് അതിൻ്റെതായ മഹത്വമുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരുടെയും മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും ജീവിക്കുന്നതല്ലല്ലോ, അധ്വാനിച്ച് ജീവിക്കുന്നതല്ലേ. അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്, വിലയുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഞങ്ങളിവിടെ സേഫാണ്, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾക്കൊരു ചുക്കും സംഭവിക്കില്ല എന്നൊക്കെ അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു യുദ്ധം നടക്കുമ്പോൾ ഇരു രാജ്യങ്ങളും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ശത്രു രാജ്യങ്ങളുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അക്രമം നടത്തുന്നത്. അല്ലാതെ ഓൾഡ് ഏജ് ഹോമിൽ കഴിയുന്ന മനുഷ്യരെ, വൃദ്ധരായ രോഗികളെ, അവരെ പരിചരിക്കാൻ വന്ന തൊഴിലാളികൾ താമസിക്കുന്ന അക്കോമഡേഷനിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടല്ല ഇറാൻ മിസൈൽ അയക്കുന്നത്. അതുകൊണ്ട് മുത്തുമണികളെ, ഞങ്ങൾ സേഫാണെന്ന് പറഞ്ഞ് നിങ്ങൾ ഡാൻസും പാട്ടുമൊക്കെയായി ആടിത്തിമർക്കുമ്പോൾ അതിനർത്ഥം നിങ്ങൾ നിൽക്കുന്ന ഭാഗത്ത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ്. അല്ലാതെ ഇസ്രായേൽ മൊത്തം സേഫ് ആണെന്നല്ല. കൊല്ലത്ത് നിൽക്കുന്നയാൾ ഇവിടെ ശക്തമായ കാറ്റും മഴയും ഉണ്ടെന്ന് പറയുമ്പോൾ കോഴിക്കോട് നിൽക്കുന്നയാൾ അവിടെ ഒരു പ്രശ്നവുമില്ലെന്ന് പറഞ്ഞാൽ കോഴിക്കോടുകാർക്ക് പ്രശ്നമൊന്നുമില്ല എന്നാണ് അർത്ഥം. അല്ലാതെ കൊല്ലത്ത് ശക്തമായ കാറ്റും മഴയും ഇല്ല എന്നല്ല.